VSന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ടുള്ള നിരവധി ഹൃദയസ്പർശിയായ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൽ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു പ്രതികരണം എന്ന് പറയുന്നത്, എൻ്റെ ശബ്ദം പോകും പക്ഷേ അതിനു മുൻപ് VSന് വേണ്ടി എനിക്ക് പാടണം എന്നുള്ളൊരു പ്രതികരണമായിരുന്നു. കൊല്ലം സ്വദേശിയായ സരിത്തിൻ്റേതായിരുന്നു ആ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിരവധി പേർ അന്വേഷിച്ചിരുന്നു. സരിത്ത് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ഒപ്പം ചേരുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യാൻ പോവാണ്. ഞാനൊരു പാട്ടുകാരനാണ്, ചെറിയൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. അടിമനം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ, ദുരിതക്കണ്ണിൽ കയത്തിൽ മുങ്ങിയ ദരിദ്ര കോടികളെ, മനുഷ്യജീവികളെ, സഹോദരങ്ങളെ, അടിമനുകം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ. വളരെ ചെറുതിലെ പാർട്ടിയുടെ ഒരു സംഘടന ലെവലിലാണ് ഞാൻ വളർന്നത്. എൻ്റെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ്. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒരു ഏറ്റവും താഴെ ഉള്ളൊരു പാർട്ടി പ്രവർത്തകയായിട്ട് പോലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും VSൻ്റെ ഇടപെടലിലൂടെയാണ് കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നത്, ബ്ലഡ് ഛർദ്ദിക്കുന്നത് VSന് വേണ്ടി മുദ്രാവാക്യം കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വന്നപ്പോൾ ഞാൻ മുദ്രാവാക്യം വിളിച്ച് കൊടുക്കും. പാർട്ടിയിലെ അസ്പെർജിൽസ് എന്ന് പറയുന്നൊരു ഫംഗൽ ഇൻഫെക്ഷനും കൂടെ ലങ്സിലായി. ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള പൈസ ഇല്ല, മക്കളെ ആഹാരം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് തെരുവിലേക്ക് പാട്ട് പാടാൻ ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ഒരു 2 വർഷമായിട്ട് കൊല്ലം ബീച്ചിൽ, കോഴിക്കോട്, ആലപ്പുഴ ബീച്ചിൽ, ഇപ്പോൾ അവസാനമായിട്ട് ഫോർട്ട് കൊച്ചിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. പാടരുതെന്നാണ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശവും സ്ട്രെയിൻ എടുത്ത്, പക്ഷേ വേറെ മാർഗ്ഗമില്ല. കുറേ ദിവസമായി കിടന്നൊന്ന് ഉറങ്ങിയിട്ട്. പിന്നെ എൻ്റെ ഈ ഒരു മോൻ ബ്രെയിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. മൂത്തൊരു മോനുണ്ട്, ADHD പേഷ്യൻ്റാണ്. വൈഫിനും നട്ടലിനും തേയ്മാനമായിട്ട് അയാൾക്കും ട്രീറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുകയാണ്. അതിൻ്റെ അമ്മായിയമ്മയാണ്, അവരും ഹാർട്ട് പേഷ്യൻ്റാണ്. ചെങ്കൊടിയുടെ ചോട്ടിൽ നിൽക്കണ സൂര്യനെ കണ്ടോ, ഈ ചെങ്കൊടിയുടെ ചോട്ടിൽ നിൽക്കണ സൂര്യനെ കണ്ടോ, നമുക്കൊറ്റ ലക്ഷ്യം ഒറ്റ നീരം, അങ്ങനെ എന്തോ ആയിരുന്നു ആ വരി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിക്കണമെന്ന് ഭയങ്കര കൊതിയാണ്. ഇനി മുന്നോട്ട് എന്ത് ചെയ്യും എന്ന അറിയാത്ത ഒരവസ്ഥയാണ് ഈ കുടുംബത്തിന്. പാടാനെഴുതുക, പാട്ടുപാടാൻ അറിയുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഈ ദുരിതത്തിൽ നിന്നുമൊക്കെ കരകയറി സരിത്ത് കൂടുതൽ ഉറക്കെ, കൂടുതൽ ഊർജ്ജസ്വലനായി ഇനിയും പാടട്ടെ എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹ മുല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.